ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ എല്ലാവരും മീറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ് സ്റ്റോക്സിൻ്റെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് ഇൻ ജനറൽ. വാട്ട് ഈസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്, എന്തുകൊണ്ട് നമ്മളത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്ലയൻസും, മിക്കവാറും നമ്മുടെ ക്ലയൻസാണ്. എല്ലാവരും വളരെ സീസൺഡ് ഇൻവെസ്റ്റേഴ്സാണ്. എല്ലാവരും ഷെയർസ് ഒത്തിരി വർഷമായിട്ട് മേടിച്ച് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇത്രയും കയറി കഴിഞ്ഞു, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ മാർക്കറ്റ് കൊടുക്കുന്ന റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. അവരോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ BSE സെൻസെക്സ് എന്ന് പറയുന്നത് 1979 ബേസ് ഇയറിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. BSE സെൻസെക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സെൻസെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാരോമീറ്റർ ഓഫ് ദി മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി കുറേ ഷെയർസ് ട്രേഡ് ചെയ്യാണ്. സംബഡി കംസ് ആൻഡ് ആസ്ക് മീ, രാജ്യത്ത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ വിൽ ലൈക്ക് ടു സേ ദാറ്റ് ACC 10 രൂപ കയറി, റിലയൻസ് ഇറങ്ങി, ടാറ്റാ സ്റ്റീൽ കയറി, ഇൻഫോസിസ് ഇറങ്ങിയെന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പോലെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആസ് എ ഹോൾ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു സെൻസെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ BSE സെൻസെക്സ് ആണ്. ആ BSE സെൻസെക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 1979-ലാണ്. 86-ലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, പക്ഷേ ബേസ് ഇയർ 1979-ലാണ്. അന്ന് BSE സെൻസെക്സ് 100 ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു 30 ഷെയർസ് എന്ന് വെച്ചാൽ 30 ഷെയർസ് എല്ലാ സെക്ടേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്രണ്ട് ലൈൻ 30 സ്റ്റോക്സ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അന്നത്തെ ഫേവറേറ്റ് സ്റ്റോക്സ് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ്, ACC. അന്ന് ഇൻഫോടെക് കമ്പനീസ് ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഇൻഫോടെക് കമ്പനീസ് വന്നു. അപ്പോൾ അന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ സെക്ടേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന അതിനകത്തുള്ള ടോപ്പ് 30 ഷെയർസ് എടുത്തിട്ടാണ് നമ്മൾ BSE സെൻസെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ഈ 30 സ്റ്റോക്സിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റ് ഇൻ ദ സെൻസെക്സ്. സപ്പോസ് ഇൻഫോടെക് ഷെയർസ് ആണ് ഇപ്പോൾ കയറുന്നത് എങ്കിൽ ചിലപ്പം സ്റ്റീൽ ഷെയർസോ അല്ലാന്നുണ്ടെങ്കിൽ മെറ്റൽ സ്റ്റോക്സോ താഴെ ആയിരിക്കും. ബട്ട് ഈവൻ ദെൻ ഓവറോൾ യു വിൽ ഗെറ്റ് എ ഫീൽ ഓഫ് ഹൗ വെദർ ദ മാർക്കറ്റ് ഹാസ് ഗോൺ അപ്പ് ടുഡേ ഓർ ടുഡേ. അപ്പോൾ അന്ന് 89-ലൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് സെൻസെക്സ് 50 പോയിന്റ് കയറി, 30 പോയിന്റ് കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 500 സെൻസെക്സ് കയറുമ്പോഴത്തേക്ക് വലിയ ഇതായിരുന്നു. ആ സെൻസെക്സ് ആണ് നമ്മൾ ഗ്രാജുവലി 100 എന്നുള്ളത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഈ 100 എന്ന് പറയുന്ന സെൻസെക്സ് കയറിയിട്ടാണ് ഇപ്പോൾ 86,000-ൽ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻ 1979, if you had invested 100 rupees in Sensex shares in the same weightage, that amount would have been 86,000 or 87,000 now. ഓക്കെ, നമ്മൾ വേറെ അസറ്റ് ക്ലാസ്സസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അസറ്റ് ക്ലാസ്സസിനെ കാട്ടി ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇപ്പം നമ്മളത് ആ മെഷറബിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോങ്ങസ്റ്റ് ഒരു എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ 89-ൽ വന്നതാണ്, ഞാൻ കണ്ടിട്ടുള്ള ഒരു ഷാർപ്പസ്റ്റ് ബുൾ റൈസ് എന്ന് പറയുന്നത് 2003-ലാണ്. നമ്മൾ ഈ ഹർഷദ് മേത്ത കാലത്ത് 92 മുതലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അന്നത്തെ ക്രാഷ് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ കേത്തൻ പരേക്കിൻ്റെ ഈ .com ക്രാഷ് നമ്മൾ 2000-ൽ കണ്ടു. അപ്പോൾ ഒരു സ്ട്രക്ചറൽ ബുൾ മാർക്കറ്റ് നമ്മൾ ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടലാണെങ്കിൽ 2003-ലായിരുന്നു. ഈ 2003-ൽ നമ്മൾ 1979-ൽ ഉണ്ടാക്കിയ 100 എന്നുള്ള സെൻസസ് 2003 ആയപ്പോഴത്തേക്ക് ഇറ്റ് വാസ് അറൗണ്ട് 3000. ഏപ്രിൽ 2900 ആയിരുന്നു. ഈ സെൻസെക്സ് നമ്മൾ 2003-ൽ നിന്ന്, ഇപ്പോൾ കാർത്തിക് നേരത്തെ ആ പ്രസൻറ്റേഷനിൽ പറഞ്ഞ കണക്ക് അന്നത്തെ ഏർണിങ്സ് ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ ഈ നിഫ്റ്റിയിൽ 30 സ്റ്റോക്സ് ഉള്ളതിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഏർണിങ്സ് ഓഫ് 30 ഷെയർസ് കംപ്രൈസ് ഇൻ ദ സെൻസെക്സ്. അപ്പോൾ നിഫ്റ്റിയുടെ ഏർണിങ്സ് അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ ഏർണിങ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റിൻ്റെ ഓവറോൾ ഏർണിങ്സ് ആണ്. അന്നത്തെ ഏർണിങ്സ് ഗ്രോത്ത് അല്ലെങ്കിൽ ഈ നിഫ്റ്റിയിലുള്ള 30 കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി ഗ്രോത്ത്
വാസ് അറ്റ് ദാറ്റ് ടൈം 25%, 28% ആനുവലൈസ്ഡ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതുപോലെ GDP ഗ്രോത്ത് വാസ് 8%, 9% കണ്ടിന്യൂസ് ഗ്രോത്ത്. ഞാൻ ഇന്ന് രാവിലെ കാർത്തികോട്ട് പറയായിരുന്നു, അന്നത്തെ ഗ്രോത്ത് വീണ്ടും നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് വീണ്ടും 8% ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് 8%-ന് മേളിൽ GDP ഗ്രോത്ത്, 9%, 9.5% GDP ഗ്രോത്ത്, കമ്പനികളുടെ കമ്പൈൻഡ് ഏർണിങ്സ് 28-30% ഗ്രോ ചെയ്തിരുന്ന ആ സമയത്താണ് നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ബുൾ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 നിന്ന് 2008 ജാനുവരി ആയപ്പോഴത്തേക്ക് സെൻസെക്സ് 7 times മൾട്ടിപ്ലൈ ചെയ്ത് 3000 ആയിരുന്ന സെൻസെക്സ് 21,000 ആയി. ദാറ്റ് മീൻസ് ഒരു ബ്ലൈൻഡായിട്ട് നമ്മളൊരു 3000 രൂപ 2003 സെൻസെക്സ് ഷെയർസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് എമൗണ്ട് വുഡ് ഹാവ് ബീൻ 21,000 ഇൻ 5 years. അപ്പോൾ ഞങ്ങൾ ഈ 2008 കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സബ്പ്രൈം ലോൺ ഇഷ്യൂസ് US പ്രശ്നം വന്നിട്ട് വേൾഡ് മാർക്കറ്റ് കംപ്ലീറ്റ് ക്രാഷ് ചെയ്തതിൽ റിലേറ്റീവ്ലി പിടിച്ചു നിന്ന ഇന്ത്യയാണ്. പല എക്കണോമീസും ഒരുപാട് ഗ്രോത്ത് വളരെ മോശമായിരുന്നു, പക്ഷേ ഇന്ത്യ വാസ് ഡൂയിങ് റിലേറ്റീവ്ലി വെൽ. ഈവൻ ദെൻ ദ മാർക്കറ്റ് ഫെൽ ഡൗൺ ഫ്രം 21,000 to 7,700 ഇൻ എ മാറ്റർ ഓഫ് 10 months. അതൊക്കെ ഒരു പാനിക്കായിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മളിവിടെ മാർക്കറ്റ് 500 പോയിന്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ഇപ്പം സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി 26,000 നിന്ന് 500 പോയിന്റ് ഇറങ്ങുമ്പോഴത്തേക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് 10 മാസം കൊണ്ട് 21,000 സെൻസെക്സ് 7,700 ആയി. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ക്രാഷ് ഐ ഹവ് സീൻ ഇൻ മൈ ലൈഫ്. അത് എല്ലാവരും പാനിക് ആയിരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പം അത് വേറൊരു ആർട്ടാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഞങ്ങളൊരു സ്റ്റഡി നടത്തി 2003 ഞങ്ങളുടെ കുറേ ക്ലയൻസിനെ എടുത്തിട്ട് അവർക്ക് 2003 അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവും 2008 അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 7 ഇരട്ടി ആയോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് വെരി ഫ്യൂ ക്ലയൻസ് ഹാഡ് ഗോട്ട് ദാറ്റ് മച്ച് റിട്ടേൺസ്. എന്ന് വെച്ചാൽ 2003 3000 ആയിരുന്നത് ബ്ലൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൻസെക്സിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ 2003 3000 രൂപ സെൻസെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും സെൻസെക്സ് ഫണ്ട് ഇട്ടിരുന്നെങ്കിൽ പോലും അത് 21,000 ആയിരുന്നു. പക്ഷേ ഞാനത് കണ്ട എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്ലയൻസിന് മാച്ചിങ് റിട്ടേൺസ് കിട്ടിയിട്ടേ ഇല്ല. ആ ബുൾ മാർക്കറ്റിൽ ഒരുപാട് ക്ലയൻസിന് ശരിക്കും പറഞ്ഞാൽ പൈസ പോയി തന്നെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ട് ഉള്ള ഒരു റീസൺ നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലി പീപ്പിൾ നോ ദേ ബുക്ക് പ്രോഫിറ്റ് ഇമ്മീഡിയറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് നമ്മളൊരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്ന ആൾക്കാർ, ഐ നോ മെനി ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് who buy stocks and forget about it and once in a while they see the loss. But 90% of the people they want to regularly buy and sell something. അപ്പോൾ 100 രൂപയ്ക്ക് 10 സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ നോക്കി ഇരിക്കുകയില്ല, ഏത് കയറി ഏതെങ്കിലും ഷെയർ 100 രൂപയിൽ നിന്ന് 110 രൂപ ആകുമ്പോഴത്തേക്ക് 10 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് വിൽക്കും. ഓക്കെ, അതങ്ങ് കയറി മുകളിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പറയുമോ ഞാൻ വിറ്റു സ്റ്റോക്ക് കയറി പോയി എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് സെൻസെക്സ് കൊടുക്കുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ മാർക്കറ്റ് കൊടുക്കുന്ന റിട്ടേൺസ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ മെയിനായിട്ട് ആൾക്കാരുടെ ഒരു എന്താ പറയുക, പീപ്പിൾ ആർ ഇൻ എ ഹറി ടു ബുക്ക് പ്രോഫിറ്റ്സ്. അതേപോലെ ഒരു ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഇപ്പം 100 രൂപയ്ക്ക് മേടിച്ച സാധനം നല്ല സ്റ്റോക്കാണ് 110 രൂപയ്ക്ക് വിൽക്കുന്നത്. 100 രൂപയ്ക്ക് മേടിച്ച സാധനം 80 രൂപയായി പോവുകയാണ്. അപ്പോൾ അവർ വിൽക്കുന്നില്ല. വെൻ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് 10 രൂപയ്ക്ക് വിൽക്കുന്നത്, താഴോട്ട് പോയി കഴിഞ്ഞാൽ 20 രൂപ ഇറങ്ങിയാലും വിൽക്കില്ല, 30 രൂപ ഇറങ്ങിയാലും വിൽക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ 50 രൂപ ആകുമ്പോഴത്തേക്ക് ഒരു 100 ഷെയർ കൂടെ മേടിച്ച് ആവറേജ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ മൊത്തം കൊണ്ടുവന്ന് 20 രൂപയ്ക്ക് വിൽക്കും. അപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ when the market is going up they are in a hurry to book profits, and when the market comes down they are very reluctant to book losses even if they realize that they have made a wrong investment decision. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ എടുത്തിട്ട് നമ്മളത് ഇറങ്ങിപ്പോവാണ്. എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്? റിസൾട്ട് മോശമായിരുന്നു. അപ്പോൾ നമ്മളെന്താ ഇരിക്കുന്നു, അടുത്ത വർഷം ചിലപ്പോൾ ബെറ്റർ ആവുമായിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കി ഇരുന്ന് പലരും ഈ 100 രൂപയ്ക്ക് മേടിച്ച ഷെയർസൊക്കെ വളരെ ലോ റേറ്റിന് വിറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് മാച്ചിങ് റിട്ടേൺസ് കിട്ടാത്തതിൻ്റെ ഇരിക്കുന്നത് വെച്ചാൽ ഇൻവെസ്റ്റർ സൈക്കോളജിയാണ്. പീപ്പിൾ ആർ റിലക്റ്റന്റ് ടു ബുക്ക് ലോസസ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്നത് ഞങ്ങളൊരു പ്രൊഫഷണലി മാനേജ്ഡ് ഒരു ടീമാണ്. ഇപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്,
ഈ കാർത്തിക്കിൻ്റെ സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ഞങ്ങൾക്ക് 5 പേരുടെ ഒരു ടീമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കാർത്തിക് നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് ഞങ്ങളൊരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ ഫോഴ്സ് മോട്ടോഴ്സൊക്കെ കാർത്തിക്, എൻ്റെ പിള്ളേരെല്ലാം കൊച്ചായിരുന്നപ്പോഴത്തേക്ക് കാർത്തിക് 2-3 ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു, സാർ ഫോഴ്സ് മോട്ടോഴ്സ് മേടിക്കും, ഇറ്റ് ഇസ് എ സീറോ ഡെറ്റ് കമ്പനി, അവർക്ക് നന്നായിട്ട് കയറാൻ ചാൻസ് ഉണ്ട്, ഇൻ ഫ്യൂച്ചർ ദേ വിൽ മേക്ക് എൻജിൻസ് ഫോർ മെർസിഡസ് ബെൻസ് ആൻഡ് BMW ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഞാനത് 350-400 രൂപയ്ക്ക് പിള്ളേരുടെ പേരിൽ 3 കുട്ടികളാണ് എനിക്കുള്ളത്, 50 ഷെയർ മേടിച്ചു വെച്ച് 2 വർഷം വെച്ചിട്ട് അത് കയറിയില്ല. അത് ഞാൻ പറഞ്ഞു കാർത്തിക് അത് കയറുന്നില്ല, എന്നാൽ സാറ് വിറ്റിട്ട് വേറെ മേടിക്കാൻ പറഞ്ഞു. അതിനൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ ഫോഴ്സ് മോട്ടോഴ്സ് 550 രൂപയ്ക്ക് ഞങ്ങളുടെ PMC മേടിക്കുന്നത്. 550 രൂപയ്ക്ക് PMC മേടിച്ചിട്ട് കാർത്തിക് അന്ന് വല്ല ഇത് കയറിപ്പോകും സാറേ, നന്നായിട്ട് കയറിപ്പോകുമെന്ന് പറഞ്ഞു. 550 രൂപയ്ക്ക് ഞങ്ങൾ PMSൽ ഇത് മേടിച്ചിട്ട് എ നോർമൽ പേഴ്സൺ വുഡ് ഹാവ് സോൾഡ് അറ്റ് മേ ബി 1000 റുപ്പീസ്. 1000 രൂപ ആകുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് 3 വർഷം കൊണ്ട് ഡബിളായി വിറ്റ് മാറും. ഞങ്ങൾക്ക് വി ഹാഡ് കൺവിക്ഷൻ ദാറ്റ് ദിസ് സ്റ്റോക്ക് ഈസ് ഗോയിങ് ടു ഗോ അപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ആ സ്റ്റോക്ക് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ട് ഇത് കയറിപ്പോഴത്തേക്ക് 2000-3000 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്. ചില സ്റ്റോക്ക് മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ 100 രൂപയ്ക്ക് മേടിച്ച സാധനം 300 രൂപയ്ക്ക് മേടിക്കും, നമ്മൾ കൊടുക്കില്ല. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് അതുപോലെ ഇറങ്ങും. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതിൽ ഓരോ റൈസിലും ഞങ്ങൾ 20% 30% വിറ്റുകൊണ്ടിരിക്കും. സോ ദാറ്റ് കുറേ കഴിയുമ്പോഴത്തേക്ക് വിൽ ബി ഹാവിങ് ദോസ് ഷെയർസ്. ഇനി അതിനി ലോസ് വിറ്റാലും നമുക്ക് നഷ്ടമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഫോഴ്സ് മോട്ടോഴ്സ് സിൻസ് വി വെൻറ്റ് ഓൺ ഹോൾഡിങ് ഇറ്റ്, അത് 1000 രൂപയ്ക്ക് വിറ്റു, 2000 രൂപയ്ക്ക് വിറ്റു, 3000 രൂപയ്ക്ക് വിറ്റു, അവസാനം ഞങ്ങൾ വിറ്റത് 6000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ വിറ്റതിന് ശേഷം അത് 21,000 പോവുകയും ഇപ്പോൾ ഇറ്റ് ഈസ് ട്രേഡിങ് അറ്റ് 17,000 റുപ്പീസ്. ഈവൻ ദെൻ നോബഡി വിൽ ബി ഏബിൾ ടു ക്യാച്ച് ഓൾ ദി ഫുൾ റൈസ് നമുക്ക് കിട്ടത്തില്ല. എന്നാലും നമുക്ക് സബ്സ്റ്റാൻഷ്യലായിട്ട് നമുക്കൊരു റൈസ് നമുക്ക് കിട്ടാനായിട്ടുള്ളൊരിതുണ്ട്. നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. അതിൽ പോകുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ സാറേ ഇന്ന സ്റ്റോക്ക് മേടിക്കുക, അത് കയറാൻ ചാൻസ് ഉണ്ടെന്നുള്ളതല്ലാതെ സാറേ ഇത് ഇത്ര % റിട്ടേൺസ് തരാം, സാർ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ സാർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 5 വർഷം കൊണ്ട് ഇത്ര ആക്കി തരാം, ഞാനൊരിക്കലും ഐ ഹവ് നെവർ പ്രോമിസ്ഡ് എനിബഡി ദാറ്റ് ഐ വിൽ ഗീവ് സോ മച്ച് റിട്ടേൺസ് ഇൻ മൈ ലൈഫ്. അതേപോലെ സ്റ്റോക്ക് ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഈവൻ ഇഫ് യു ജോയിൻ ദ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്, ദോ as a principle we don't give promise assured returns. As per SEBI guidelines you are not allowed to give a return. അല്ലെങ്കിൽ ഇത്ര കിട്ടുമായിരിക്കും എന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഞങ്ങൾ ഇത്രയും വർഷമാകുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല പീരിയഡ്സ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ 2005 തുടങ്ങിയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. 2014 മുതൽ 2018 വരെ 3 വർഷം വി വെയർ ഗീവിങ് ആൻ ആനുവലൈസ് റിട്ടേൺസ് ഓഫ് 40%. കാണ്ട് ഇമാജിൻ, 40%. 100 രൂപ 1 ലക്ഷം രൂപ അല്ല, അന്നൊക്കെ 10 ലക്ഷം രൂപ ആയിരുന്നോ, 25 ലക്ഷം രൂപ ആയിരുന്നു. 25 ലക്ഷം രൂപ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഇട്ട ആളുടെ അടുത്ത ഒരു 3 വർഷം കൊണ്ട് അത് 2 ഇരട്ടി 3 ഇരട്ടി ആയ പീരീഡ്സ് ഉണ്ട്. ദാറ്റ് ആർ വെരി സ്ട്രോങ് പീരീഡ്സ്. ചില പീരീഡ്സിൽ നമ്മൾ മാർക്കറ്റിനെ അണ്ടർ പെർഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫ്രോം 2018 to 2017 to 2020 ഒരു ചില പീരീഡിൽ ഇൻഡെക്സ് കയറി പോകുന്നുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിലുള്ള മിഡ് ക്യാപ് സ്റ്റോക്സ് പലതും കയറുന്നില്ല. അത് കാരണം ഇൻഡെക്സ് കയറിയാലും നമ്മുടെ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യും. അപ്പോൾ ആ സമയത്ത് വന്ന് എൻ്റർ ചെയ്യുന്ന ആൾക്കാരെല്ലാം പറയും, അയ്യോ 3 വർഷമായി മാർക്കറ്റ് ഇത്രയും കയറി, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കയറിയില്ല എന്ന് പറയും. ഇറ്റ് ഈസ് ട്രൂ, വി ഓൾസോ ഫീൽ ദ പെയിൻ. പക്ഷേ അവർ അങ്ങനെ പല ആൾക്കാർ 2 വർഷം 3 വർഷമൊക്കെ നിന്നിട്ട് ആ പീരീഡിൽ പെർഫോം ചെയ്യില്ലെങ്കിൽ ദേ വിൽ ക്ലോസ് ഔട്ട്. എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ മാനേജ് ചെയ്യുള്ളൂ, ക്ലോസ് ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും അത് കയറുന്നത്. അപ്പോൾ ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം വാട്ട് ഈസ് ദ പെർഫോമൻസ്, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു സീ. കാര്യം ഓരോ ലോങ്ങർ പീരീഡ് 5 വർഷം 10 വർഷം 15, ഞങ്ങൾ 2003 2004 ഇട്ട ആൾക്കാരുടെയൊക്കെ പൈസ ഫിനോമിനലായിട്ട് കൂടിയിട്ടുണ്ട്. അന്നൊക്കെ 5 ലക്ഷം രൂപയൊക്കെയാണ് അന്നത്തെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ. അങ്ങനെ ഇട്ട ആൾക്കാർ ഒരുപാട് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ, നമ്മളിപ്പം ഈ 5 ലക്ഷം രൂപ ഒരാൾ അന്ന് 5 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ 2008 ഞങ്ങൾ 2008 ഓഗസ്റ്റ് മുതൽ 2008
2007 ഓഗസ്റ്റ് മുതൽ 2008 ജാനുവരിയിൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. കാര്യം ഞങ്ങൾക്ക് കുറേ ആറെണ്ണാൾ അങ്ങനെ കുറേ ഷെയർസ് ഉണ്ടായിരുന്നു, ഭയങ്കര ഫിനോമിനൽ റിട്ടേൺസ് കിട്ടി. അപ്പോൾ ഒരുപാട് പൈസ ഞങ്ങൾ 2007 എൻഡിലും 2008 ജാനുവരിയിലും ഒരുപാട് അക്കൗണ്ട്സ് കിട്ടി. സോ മെനി ഫണ്ട്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ. അപ്പോൾ അന്ന് 5 ലക്ഷം രൂപ ഇട്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കണക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോഴത്തേക്ക് 21,000 ദിസ് കെയിം ഡൗൺ ടു 7,700. അന്ന് 5 ലക്ഷം രൂപ ഇട്ട ആളുടെ പോർട്ട്ഫോളിയോ ഇറ്റ് കെയിം ഡൗൺ ടു ആസ് ലോ ആസ് 2.3 lakh rupees. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്, സാറേ ഞങ്ങൾക്ക് ഇത്ര റിട്ടേൺസ് കിട്ടി കേട്ടോ. അപ്പോൾ സാറ് 5 ലക്ഷം രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 വർഷം കൊണ്ട് ഇത്രയൊക്കെ ആവുമെന്നെല്ലാം പറഞ്ഞിട്ടാണ് അന്ന് ആൾക്കാരെ കയ്യിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് വാട്ട് വി ക്യാൻ സേ ടു ക്ലയൻസ്, 5 ലക്ഷം രൂപ ജാനുവരി ഇട്ട ആളുടെ പൈസ 2.5 ലക്ഷം രൂപയുണ്ട് 10 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ദാറ്റ് ഇസ് വൈ വാട്ട് ഐ എം സേയിങ് വി കാൺ ഗ്യാരണ്ടി എനി റിട്ടേൺസ്. നിങ്ങൾ ഇപ്പോൾ 50 ലക്ഷം രൂപയാണ് പോർട്ട്ഫോളിയോ, 50 ലക്ഷം രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ക്രാഷ് ചെയ്യുക ചിലപ്പോൾ 25 ലക്ഷം രൂപ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ ദ ലോങ്ങർ പീരിയഡ് വി പ്രോമിസ് ദാറ്റ് അവർ പോർട്ട്ഫോളിയോ വിൽ ഔട്ട് പെർഫോം ദ മാർക്കറ്റ്സ്. ബിക്കോസ് 2005 മുതലുള്ള ട്രെൻഡ് എനിക്കറിയാം, അത് ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 2008 പീക്ക് ടൈമിൽ 5 ലക്ഷം രൂപ ഇട്ട ആളുടെ പോർട്ട്ഫോളിയോ 2.5 ലക്ഷം രൂപയായി. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് പകുതിയായി രാജേന്ദ്ര, എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ മാർക്കറ്റ് പൊട്ടാൻ പോവുകയാണെന്ന്, നിങ്ങൾക്ക് വിറ്റുകൂടായിരുന്നോ എന്ന് അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ പോളിഷ്ഡാണ്, എന്നോട് അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. എന്നോട് രാജേന്ദ്ര ആ PMS ഇരിക്കുന്ന പിള്ളേരൊന്നും ശരിയല്ല കേട്ടോ, അവരൊന്നും കറക്റ്റായിട്ട് വിൽക്കുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ എന്നോട് പറയും. അപ്പോൾ നമ്മൾ 2000 ഇത്രയും മാർക്കറ്റ് കയറി ഇരുന്നിട്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്യുമ്പോഴത്തേക്ക് പീപ്പിൾ വിൽ കം ആൻഡ് ആസ്ക് വൈ യു ഹാവ് ഇൻ സോൾഡ് ഇറ്റ്. ഞാൻ സാറേ നമുക്കറിയില്ലായിരുന്നു മാർക്കറ്റ്, എന്നാൽ പിന്നെ ഞാൻ തന്നെ ചെയ്താൽ പോരെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ 5 ലക്ഷം രൂപ ആയത് 2.5 ലക്ഷം രൂപ ആയത് പിന്നെ മാർക്കറ്റ് 21,000 ആകാനായിട്ട് ഇറ്റ് ടുക്ക് 5 to 6 years. 2014 പിന്നെ 21,000 ക്രോസ് ചെയ്യുന്നത്. ഈ ലീൻ പീരീഡിൽ പല ആൾക്കാരും ഈ 2.5 ക്ലോസ് ചെയ്ത ആൾക്കാരുണ്ട്. ഈ 5 ലക്ഷം രൂപ ആയപ്പോഴത്തേക്ക് എൻ്റെ മുതൽ കിട്ടി, എനിക്ക് ഐ എം ക്ലോസിങ് എന്ന് പറഞ്ഞിട്ട് 5 lakhs ആയപ്പോൾ ക്ലോസ് ചെയ്ത്. ചിലർ കുറച്ച് പ്രോഫിറ്റ് കിട്ടിയപ്പോഴേ ക്ലോസ് ചെയ്തു. ബട്ട് ദർ ആർ സെവറൽ ക്ലയൻസ്, ഇന്ന് ഞാൻ രാവിലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, സെവറൽ ക്ലയൻസ് ഹു ഇൻവെസ്റ്റഡ് 5 lakhs, ഇറ്റ് കെയിം ഡൗൺ ടു 2.5 lakhs. They are still holding and their portfolio is worth 36 and 37 lakhs on an average. ആ 2008 ശേഷമുള്ള പീരീഡിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ ലോങ്ങർ പീരീഡ് ഇവിടെ തന്നെ ഇപ്പോൾ ആരെങ്കിലും എനിക്ക് 1-2 ക്ലയൻസിനെ ഞാൻ മീറ്റ് ചെയ്ത് 2 വർഷം ഹോൾഡ് ചെയ്തിട്ട് വിറ്റ് കളഞ്ഞു. പീപ്പിൾ ആർ ഇംപേഷ്യൻറ്റ്. ബട്ട് ഇഫ് യു ഹോൾഡ് ഓൺ എ ലോങ്ങർ പീരീഡ്, ഐ എം നോട്ട് സെയിങ് ദാറ്റ് അവർ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഓൾവേസ് ഔട്ട് പെർഫോം ദ മാർക്കറ്റ്. ചിലപ്പോൾ വി വിൽ ഹാവ് ലീൻ പീരീഡ്സ്, ചിലപ്പോൾ മിഡ് ക്യാപ്സ് ആയിരിക്കും ഞങ്ങളുടെ കയ്യിൽ കൂടുതലിരിക്കുന്നത്, ചിലപ്പോൾ അത് പെർഫോം ചെയ്യില്ല, ആ സമയത്ത് ലാർജ് ക്യാപ്പ് ആയിരിക്കും കയറുന്നത്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വി ആർ ഡൂയിങ് വെൽ. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ റിട്ടേൺസ് സ്റ്റിൽ ഇൻസെപ്ഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹാസ് ഗീവൺ എ റിട്ടേൺസ് ഓഫ് അറൗണ്ട് 12 to 12.5%, ആൻഡ് ക്യാപ്സ്റ്റോസ് PMS ഹാസ് ഗീവൺ ആൻ ആവറേജ് റിട്ടേൺസ് ഓഫ് 15%. ഈ 3% ഡിഫറൻസ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് കോമ്പൗണ്ടിങ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഗുഡ്. And in the last 3 years, Nifty has given a return of 11 or 11.5%. Our portfolio has given a return of 17.5%. Okay, that is all generally I wanted to tell.